എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ഓഗസ്റ്റ് 24 നടത്തിയ ഷിഫ്റ്റ് 2 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോസിൽ അനലൈസ് ചെയ്യുന്നത്. ഇതിനു മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അനലൈസ് ചെയ്ത് അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നെറ്റ് റാപ്പിഡ് റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്ന മാത്തമാറ്റിക്കൽ റീസണിങ്ങിലെ ലോജിക്കൽ റീസണിങ്ങിലെ ക്വസ്റ്റ്യൻസ് ആണ്. First question, 60 persons consume 300 kg of wheat in 40 days. In how many days will 25 persons consume 100 kg of wheat? അതായത് 60 പേഴ്സൺസ് 40 ദിവസം കൊണ്ടാണ് 300 കിലോ വീറ്റ് ഗോതമ്പ് കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ 25 പേഴ്സൺസ് 100 കിലോ വീറ്റ് കൺസ്യൂം ചെയ്യാനായിട്ട് എത്ര ദിവസം എടുക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 28 ഡേയ്സ്, 30 ഡേയ്സ്, 32 ഡേയ്സ്, 35 ഡേയ്സ് എന്നിവയാണ് നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത്. നമുക്കിവിടെ ഡേയ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഡേയ്സ് എക്സ് ആയിട്ട് എടുക്കുകയാണ്. അതായത് 60 × 40 ഡിവൈഡഡ് ബൈ 25 × x = 300/100 എന്ന് എഴുതാം. 60 പേഴ്സൺസ് 40 ദിവസം കൊണ്ട് 300 കിലോ വീറ്റ് കഴിച്ചു എന്നാണ്. അതുപോലെ തന്നെ 25 പേഴ്സൺസ് 100 കിലോ വീറ്റ് എത്ര ദിവസം കൺസ്യൂം ആണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 25 × x = 100 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളത് അതുപോലെ എഴുതി. അപ്പോൾ അതിനുശേഷം നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എക്സിൻ്റെ വില കണ്ടുപിടിക്കണം. അതായത് x = 60 × 40 × 100 ഡിവൈഡ് ബൈ 25 × 300 എന്ന് കിട്ടും. അപ്പോൾ നമ്മളത് വെട്ടിക്കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 32 എന്ന് കിട്ടും. അതായത് ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. Next question, find the next term in the number series 2a11, 4d30, 12g70, 48j23. ഇവിടെ ഒരു നമ്പർ സീരീസ് ആണ് തന്നിരിക്കുന്നത്. ഈ നമ്പർ സീരീസിലെ നെക്സ്റ്റ് നമ്പർ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു 3 പാർട്ടായിട്ടാണ് ഈ സീരീസ് തന്നേക്കുന്നത്. ആദ്യത്തെ പാർട്ടിൽ നമ്പർ, പിന്നെ ലെറ്റർ, പിന്നെ നമ്പർ എന്നിവയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ നമ്പർ കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് 2 ആണ് തന്നിരിക്കുന്നത്. പിന്നെ 4, 12, 48 എന്നിവയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 1 × 2 = 2. ഈ 2വിനോട് 2 ഗുണിച്ച് ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. ഇനി 4നോട് 3 ഗുണിച്ച് ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടും. ഇനി 12നോട് നമ്മൾ 4 ഗുണിച്ച് ചെയ്യുമ്പോൾ നമുക്ക് 48 കിട്ടും. അങ്ങനെയാണെങ്കിൽ 48നോട് നമ്മൾ 5 ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ കിട്ടുന്ന സംഖ്യയോട് 2, 3, 4 ഇങ്ങനെ ഗുണിച്ച് പോവുകയാണ് ചെയ്തത്. സോ അതുകൊണ്ട് നമുക്ക് 48 × 5 ചെയ്യാനായിട്ട് സാധിക്കും. = 240 എന്ന് കിട്ടും. ഒന്നുമില്ല, കിട്ടിയിരിക്കുന്ന സംഖ്യേനെ നമ്മൾ 1, 2, 3, 4 എന്നീ സംഖ്യ മാറി ഇട്ട് ഗുണിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെക്ഷനിൽ 240 എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ലെറ്ററാണ്. ആദ്യത്തെ ലെറ്റർ എ ആണ്, രണ്ടാമത്തെ ലെറ്റർ ഡി ആണ്. അതായത് എയിനോട് 3 കൂട്ടി കഴിയുമ്പോഴാണ് നമുക്ക് ഡി കിട്ടുന്നത്, BCD. ഇനി ഡിനോട് 3 കൂട്ടി കഴിയുമ്പോൾ എന്ത് കിട്ടും? EFG എന്ന് കിട്ടും. ജിനോട് 3 കൂട്ടി കഴിയുമ്പോൾ HIJ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ജെയിനോട് 3 കൂട്ടി കഴിയുമ്പോൾ KLM എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ട് നമുക്ക് കിട്ടി. ഇനി നമുക്ക് തേർഡ് പാർട്ട് നോക്കാം. തേർഡ് പാർട്ടിൽ ഫസ്റ്റ് എന്നാക്കണം 11 ആണ്. 11നോട് 2 കൂട്ടി കഴിയുമ്പോൾ നമുക്ക് 30 എന്ന് കിട്ടും, 1230 എന്ന് കിട്ടും. 30യോട് നമുക്ക് 4 കൂട്ടി കഴിയുമ്പോൾ 70 കിട്ടും. അതായത് 40, 50, 60, 70 എന്ന് കിട്ടും. 17നോട് 6 കൂട്ടി കഴിയുമ്പോൾ നമുക്ക് 23 കിട്ടും. അതായത് 2, 4, 6 എന്നീ നമ്പറുകൾ നമ്മൾ കിട്ടിയിരിക്കുന്ന സംഖ്യയായിട്ട് കൂട്ടി പോവാണ് ചെയ്യുന്നത്. അപ്പോൾ 23 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം 2, 4, 6 കഴിഞ്ഞിട്ട് ഇനി 8 ആണ് വരുന്നത്. അപ്പോൾ 23 + 8 = നമുക്ക് 31 എന്ന് കിട്ടും. ഫൈനൽ ആൻസർ വരുന്നത് 240M 31 എന്നുള്ളതാണ്. അതായത് ഓപ്ഷനിൽ വരുമ്പോൾ ഓപ്ഷൻ 3 വരും. Next question, by selling 35 eggs for ₹30, a man loses 25%. How many eggs should be sold for ₹144 to gain 20%? അതായത് ഒരു മനുഷ്യൻ 35 മുട്ടകൾ 30 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞപ്പോൾ 25% നഷ്ടമുണ്ടായി. അങ്ങനെയാണെങ്കിൽ 144 രൂപയ്ക്ക് വിറ്റിട്ട് 20% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര മുട്ടകൾ സെല്ല് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1.85, 95, 105, 115 എന്നിവയാണ് ഓപ്ഷൻ നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ 35 മുട്ടകൾ 30 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ ലോസ് 25% ഉണ്ടായെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സെല്ലിംഗ് പ്രൈസ്, അതായത് SP എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിൻ്റെ 75%.
ഇനി നമുക്ക് കോസ്റ്റ് പ്രൈസ് ഓഫ് 35 മുട്ടകൾ എന്ന് പറയുന്നത് CP, കോസ്റ്റ് പ്രൈസ് CP ആണ്. അപ്പോൾ SP എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? SP = CP × 0.75, അതായത് 75% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 75/100 എന്ന് പറയുന്നത് 0.75 ആണ്. അതായത് നമുക്ക് SP 30 രൂപയാണെന്ന് അറിയാം. അപ്പോൾ SP × 0.75 = 30 ആണ്. അങ്ങനെയാണെങ്കിൽ CP = 30 / 0.75 = 40 എന്ന് കിട്ടി, 40 എന്ന് കിട്ടി. അതായത് 35 മുട്ടകളുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ ഈ ഒരു എഗ്ഗിൻ്റെ കോസ്റ്റ് പ്രൈസ് അപ്രോക്സിമേറ്റ്ലി എത്രയാണ്? 40 / 35 = 1.14 എന്ന് കിട്ടും. ഇനി നമുക്ക് 20% പ്രോഫിറ്റ് കിട്ടിയെന്നാണ് പറഞ്ഞത്. അതായത് സെല്ലിംഗ് പ്രൈസ് = കോസ്റ്റ് പ്രൈസ് പ്ലസ് 20% ഓഫ് കോസ്റ്റ് പ്രൈസ്. അതായത് SP = CP × 1.20. അതായത് 120% എന്ന് പറയുമ്പോൾ 120 ആണല്ലോ. അപ്പോൾ 120/100 എന്ന് പറയുന്നതാണ് 1.20. അതായത് സെല്ലിംഗ് പ്രൈസ് SP = CP × 1.20 എന്ന് കിട്ടും. അപ്പോൾ ഒരു എഗ്ഗിൻ്റെ SP = 1.14 × 1.20 = 1.368 അപ്രോക്സിമേറ്റ്ലി കിട്ടും. ഇനി നമുക്ക് മുട്ടകളുടെ നമ്പർ X ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ടോട്ടൽ SP = X × SP ഓഫ് 1 എഗ്ഗ്, അതായത് 144 = X × 1.368 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് X, അതായത് മുട്ടകളുടെ എണ്ണം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മുട്ടകളുടെ എണ്ണം = 144 / 1.368 എന്ന് പറയുമ്പോൾ 105 എഗ്ഗ് എന്ന് കിട്ടും. അതായത് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. അതായത് 144 രൂപയ്ക്ക് 20% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഏകദേശം ഒരു 105ഓളം എഗ്ഗുകൾ കൊടുത്താലാണ് നമുക്ക് ആ പ്രോഫിറ്റ് നേടാനായിട്ട് സാധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3 successive discount of 10%, 20% and 30% on the market price of an item are equivalent to a single discount of. 10, 20, 30 എന്നിങ്ങനെയുള്ള 3 സക്സസീവ് ഡിസ്കൗണ്ട് ഒരു സിംഗിൾ ഡിസ്കൗണ്ടിനോട് എന്തൊരു ഇക്വലൻ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 60%, 50.4%, 54.6%, 49.6%. നമ്മൾ ഷിഫ്റ്റ് 1-ൽ 21-ാം തീയതി 2024 ഓഗസ്റ്റ് 21-ാം തീയതി നടത്തിയ ഷിഫ്റ്റ് 1-ലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ മോഡലിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ രീതി വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. നമ്മളത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ ഇനീഷ്യൽ പ്രൈസ് നമ്മൾ 100 എടുത്തു. അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് വേണം. ആദ്യം 10% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 100 × 10/100 = 10. അപ്പം നമ്മൾ പ്രൈസ് കാണുകയാണ്. 100 - 10 = 90. അതായത് ഫസ്റ്റ് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ അത് 90 ആണ് പ്രൈസ്. ഇനി നമുക്ക് സെക്കൻഡ് ഡിസ്കൗണ്ട് ഉണ്ട് 20 എന്ന് പറഞ്ഞുകൊണ്ട്. സോ ഡിസ്കൗണ്ട് = 90 × 20/100 = 80. അപ്പോൾ അവിടുത്തെ പ്രൈസ് 90 - 80 = 72 എന്ന് കിട്ടും. അപ്പോൾ ഇനി മൂന്നാമത്തെയാണ് 30% ഡിസ്കൗണ്ട്. അത് കാണാനായിട്ട് 72 × 30/100 = 21.6 എന്ന് കിട്ടും. അപ്പോൾ അവിടുത്തെ പ്രൈസ് 72 - 21.6 = 50.4 എന്നുള്ളതാണ്. ഇനി നമുക്ക് ടോട്ടൽ ഡിസ്കൗണ്ട് ആണ് കാണേണ്ടത്. അപ്പോൾ അതിനായിട്ട് 100 - 50.4 = 49.6 എന്ന് കിട്ടി. അപ്പോൾ ടോട്ടൽ ഡിസ്കൗണ്ട് അവിടെ വരുന്ന 49.6 എന്നുള്ളതാണ്. ഇത് ഇക്വിവലൻറ്റ് ഡിസ്കൗണ്ട് ആണ് ഇനി നമുക്ക് കാണേണ്ടത്. അതിനായിട്ട് 49.6/100 × 100 = 49.6. അതായത് ടോട്ടൽ ഡിസ്കൗണ്ട് കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് കിട്ടും കറക്റ്റായിട്ടുള്ളത്. അപ്പം 10, 20, 30 എന്നീ ശതമാനങ്ങളിൽ 3 ഡിസ്കൗണ്ട് കൊടുക്കുന്നത് 49.6% സിംഗിൾ ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നതിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. Next question, in a certain coding language the word SLIGHT is coded as UJKEJR, then the word GROUND will be coded as. അതായത് കോഡിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് SLIGHT എന്ന് പറയുന്ന വാക്ക് എഴുതി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് UJKEJR എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ GROUND എന്ന് കോഡ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ കിട്ടും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം എഴുതി നോക്കാം. SLIGHT എന്ന് പറഞ്ഞ വാക്ക് എഴുതി, അതിൻ്റെ താഴെ UJKEJR എന്നുള്ള വാക്കും എഴുതി. അപ്പോൾ ഈ എസ്സിനോട് നമ്മൾ 2 കൂട്ടി കഴിയുമ്പോഴാണ് നമുക്ക് U കിട്ടുന്നത്, TU. എല്ലിന്ന് 2 കുറച്ച് കഴിയുമ്പോഴാണ് J കിട്ടുന്നത്, അത് JKL എന്നുള്ളതാണ്. ഇനി അതിനോട് 2 കൂട്ടി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ, JK. ഇനി ജിനോട് 2 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് FGE കിട്ടും. ഇനി എച്ചിനോട് 2 കൂട്ടി കഴിയുമ്പോൾ IJ എന്ന് കിട്ടും. ഇനി ടീനോട് 2 കുറച്ച് കഴിയുമ്പോൾ R കിട്ടും, അത് ST എന്നുള്ളതാണ്, RST എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ +2 - 2 എന്നുള്ളത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വന്നിരിക്കുകയാണ്.
അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് എന്നുള്ള വാക്ക് എഴുതി. ജിനോട് 2 കൂട്ടി കഴിയുമ്പോൾ HI എന്ന് കിട്ടും. ആറിനോട് 2 കുറച്ച് കഴിയുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? P കിട്ടുന്നത്. PQR എന്നുള്ളതാണ്. ഇനി ഒയിനോട് 2 കൂട്ടി കഴിയുമ്പോൾ നമുക്ക് PQ എന്ന് കിട്ടും. ഇനി യുവിനോട് 2 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് S കിട്ടും. അത് STU എന്നുള്ളതാണ്. ഇനി എന്നിനോട് 2 കൂട്ടി കഴിയുമ്പോൾ MNOP എന്ന് കിട്ടും. P എന്ന് കിട്ടും. ഇനി ഡിന്ന് 2 കുറച്ച് കഴിയുമ്പോൾ B എന്ന് കിട്ടും. BCD എന്ന് കിട്ടും. അപ്പം നമുക്ക് കിട്ടുന്ന വാക്ക് IPQSPB എന്നുള്ളതാണ്. അതായത് ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 4 ആണ്. സോ നമ്മൾ മാത്തമാറ്റിക്കൽ റീസണിങ്ങിലെ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്തു. ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്ന ലോജിക്കൽ റീസണിങ് ആണ്. Identify the fallacy committed in the following statement. Water is non-poisonous compound, therefore its components oxygen and hydrogen are non-poisonous. അതായത് നമുക്കിവിടെ ഒരു ഫാലസി തന്നിരിക്കുകയാണ്. വാട്ടർ നോൺ പോയിസണസ് കോമ്പൗണ്ട് ആണ്, അതുകൊണ്ട് തന്നെ വാട്ടറിൻ്റെ കമ്പോണൻ്റ് ആയിട്ടുള്ള ഓക്സിജനും ഹൈഡ്രജനും നോൺ പോയിസണസ് ആണെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഏത് തരം ഫാലസിയാണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫാലസി ഓഫ് ഡിവിഷൻ, ഇക്വിവക്കേഷൻ, സ്ലിപ്പറി സ്ലോപ്പ്, ഹാസ്റ്റി ജനറലൈസേഷൻ. ഏതായിരിക്കും? ഫാലസി ഓഫ് ഡിവിഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു കമ്പോണൻറ്റ് പ്രത്യേകത നമ്മൾ ഹോളിലോട്ടും അപ്ലൈ ചെയ്യുവാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു പാർട്ടിൻ്റെ പ്രത്യേകതകൾ നമ്മളൊരു ഹോൾ ആ ഒരു മൊത്തം ആ ഒരു എലമെൻറ്റിനോട് നമ്മൾ അസ്യൂം ചെയ്യുമ്പോഴാണ് ഫാലസി ഓഫ് ഡിവിഷൻ സംഭവിക്കുന്നത്. സോ അതുകൊണ്ട് ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 1 ആണ്. സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സ്ലിപ്പ് ചെയ്ത് പോവാണ്. അതായത് ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് നമ്മുടെ കാലൊന്ന് മുട്ടി, നിൻ്റെ കാലൊടിഞ്ഞു, ഇനി ആശുപത്രിയിൽ പോയി ഓപ്പറേഷൻ ചെയ്യണം, നിനക്ക് നടക്കാനായിട്ട് പറ്റില്ല, സ്കൂളിൽ പോകാൻ പറ്റില്ല, അപ്പം നിനക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല, പരീക്ഷ എഴുതി നീ ജീവിതം തോറ്റു, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പോകുന്നതാണ് സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറയുന്നത്. ഹാസ്റ്റി ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡേറ്റ വെച്ചിട്ട് നമ്മൾ ജനറലൈസേഷൻ എത്തിച്ചേരുവാണ് ഹാസ്റ്റി ജനറലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇക്വിവക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വേർഡ് അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ ഒരു ആർഗ്യുമെൻറ്റിൽ തന്നെ മൾട്ടിപ്പിൾ സെൻസിൽ ഉപയോഗിക്കുമ്പോഴാണ് ഇക്വിവക്കേഷൻ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇക്വിവക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫാലസി ഉണ്ടാകുന്നത്. ഇവിടെ വരുന്ന ഫാലസി ഓഫ് ഡിവിഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് നോ മങ്കീസ് ആർ ഫെലൈൻ ഈസ് ഗിവൺ as ട്രൂ, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ബി ഇൻഫേർഡ് ടു ബി ട്രൂ. അതായത് നോ മങ്കീസ് ആർ ഫെലൈൻ എന്നുള്ളത് ട്രൂ ആണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് ട്രൂ ആയിട്ട് കരുതാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സം മങ്കീസ് ആർ ഫെലൈൻ, സം ഫെലൈൻസ് ആർ മങ്കീസ്, ഓൾ ഫെലൈൻസ് ആർ മങ്കീസ്, സം മങ്കീസ് ആർ നോട്ട് ഫെലൈൻ. ആൻസർ വരുന്ന ഏതായിരിക്കും? സം മങ്കീസ് ആർ നോട്ട് ഫെലൈൻ എന്നുള്ള ഓപ്ഷൻ 4 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഇവിടെ സംഭവിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സബ് ആൾട്ടർനേഷൻ എന്നുള്ളതാണ്. അതായത് ഇത് യൂണിവേഴ്സലും പർട്ടിക്കുലറും തമ്മിലാണ്. അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് യൂണിവേഴ്സൽ ട്രൂ ആയിട്ട് തന്നു കഴിഞ്ഞാൽ പർട്ടിക്കുലർ ട്രൂ ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഇവിടെ നോ മങ്കീസ് ആർ ഫെലൈൻ എന്നുള്ള ആ ഒരു യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായതുകൊണ്ട് അതിൻ്റെ പർട്ടിക്കുലറായിട്ട് വരുന്ന ഏതാണ്? സം മങ്കീസ് ആർ നോട്ട് ഫെലൈൻ എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ആ 2 സ്റ്റേറ്റ്മെൻറ്റുകൾ തമ്മിലുള്ള റിലേഷൻ സബ് ആൾട്ടർനേഷനാണ്. അതായത് യൂണിവേഴ്സൽ ട്രൂ ആണെങ്കിൽ ഇവിടെ പർട്ടിക്കുലർ ട്രൂ ആയിരിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ വരുന്ന ബന്ധം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ലോജിക്കലി ഇക്വിവലൻറ്റ്. താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ലോജിക്കലി ഇക്വിവലൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോ മങ്കീസ് ആർ ഫെലൈൻ, സം മങ്കീസ് ആർ ഫെലൈൻ, സം ഫെലൈൻ ആർ മങ്കീസ്, സം മങ്കീസ് ആർ നോട്ട് ഫെലൈൻ എന്നതാണ് തന്നിരിക്കുന്നത്. നോ മങ്കീസ് ആർ ഫെലൈൻ, ഒരു മങ്കികളും ഫെലൈൻ അല്ല. സം മങ്കീസ് ആർ ഫെലൈൻ, കുറച്ച് മങ്കികൾ ഫെലൈൻ ആണ്. സം ഫെലൈൻസ് ആർ മങ്കി, കുറച്ച് ഫെലൈൻസ് മങ്കീസ് ആണ്, കുറച്ച് മങ്കീസ് ഫെലൈൻസ് അല്ല എന്നിങ്ങനെയൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ 2 ആണ് ഇവിടെ വരുന്നത്. അതായത് ബിയും സിയും. സം മങ്കീസ് ആർ ഫെലൈൻ, സം ഫെലൈൻസ് ആർ മങ്കീസ് എന്നുള്ളതാണ് ഇവിടെ ലോജിക്കലി ഇക്വിവലൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ. അതായത് കുറച്ച് കുട്ടികൾ പടം വരച്ചത് കുറച്ച് കുട്ടികളാണ്. ഈ 2 സ്റ്റേറ്റ്മെൻറ്റുകളും നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് സെയിം മീനിങ് തന്നെയാണ് തരുന്നത്. അത് തന്നെയാണ് ഇവിടെ. കുറച്ച് മങ്കീസ് ഫെലൈനാണ്, കുറച്ച് ഫെലൈൻസ് മങ്കീസാണ്. സോ അതുകൊണ്ട് ഇവിടെ ലോജിക്കലി ഇക്വിവലൻ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ സം മങ്കീസ് ആർ ഫെലൈന്, സം ഫെലൈൻസ് ആർ നോട്ട് മങ്കീസ് എന്നുള്ളതുമാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. കുറച്ച് കുട്ടികൾ പടം വരച്ചത് കുറച്ച് കുട്ടികളാണ്. അപ്പോൾ ഇവിടെ രണ്ടും നമുക്ക് സെയിം മീനിങ് തന്നെയാണല്ലോ കിട്ടുന്നത്. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് 2 സ്റ്റേറ്റ്മെൻറ്റ് കനോട്ട് ബോത്ത് ബി ട്രൂ ബട്ട് ക്യാൻ ബോത്ത് ബി ഫാൾസ്. അത് താഴെ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ രണ്ടും തെറ്റാകാനായിട്ട് പാടില്ല, പക്ഷേ രണ്ടും ഫാൾസ്, അതായത് ശരിയാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുന്നത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ ഫോൾസ് ടുഗദർ സംഭവിക്കുന്നുണ്ട്, പക്ഷേ ട്രൂ കനോട്ട്
വെച്ചാൽ രണ്ടും ട്രൂ ആകാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ഓൾ മങ്കീസ് ആർ ഏപ്സ്, സം മങ്കീസ് ആർ ഏപ്സ്, സം മങ്കീസ് ആർ നോട്ട് ഏപ്സ്, നോ മങ്കീസ് ആർ ഏപ്സ്. ഇവിടെ ആൻസർ വരുന്നത് ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ 1 ആണ് ഇവിടെ വരുന്നത്. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫാൾസ് ടുഗദർ ആണ്. അതായത് ഫാൾസ് ടുഗദർ എന്ന് പറയുമ്പോൾ കോൺട്രറി ആണ് ഇവിടെ വരുന്നത്. അതായത് എ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഈ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് തമ്മിലുള്ള ബന്ധമാണ് കോൺട്രറി എന്ന് പറയുന്നത്. എ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓൾ മങ്കി ആർ ഏപ്സ് എന്നുള്ളതും ഈ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നോ മങ്കി ആർ ഏപ്സ് എന്നുള്ളതുമാണ്. സോ ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം വരുമ്പോഴാണ് നമുക്ക് ഫോൾസ് ടുഗദർ സംഭവിക്കും, പക്ഷേങ്കിൽ ട്രൂ ടുഗദർ ആയിരിക്കില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർഗ്യുമെൻറ്റ് ഈസ് ഫലേഷ്യസ് ബിക്കോസ് ദ മേജർ ടേം ഈസ് ഓൾ പെർവേഴ്സീവ് ആൻഡ് ദ മിഡിൽ ടേം ഈസ് ഓൾ ഇൻക്ലൂസീവ്. അതായത് താഴെ കൊടുത്തിരിക്കുന്ന ആർഗ്യുമെൻറ്റ് ഫലേഷ്യസ് ആണ്. എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ മേജർ ടൈം പെർവേഴ്സീവ് ആണ്, എന്നാൽ മിഡിൽ ടൈം ഇൻക്ലൂസീവ് ആണ്. അങ്ങനെ വരുന്ന ഫാലസി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ സ്കൈ ലോട്ടസ് ഈസ് ഫ്രാഗ്നന്റ് ബിക്കോസ് ഇറ്റ് ഈസ് എ ലോട്ടസ്, സോക്രട്ടീസ് ഈസ് ഇമ്മോർട്ടൽ ബിക്കോസ് ഹി ഡൈഡ് ലോങ് എഗോ, സൗണ്ട് ഈസ് ഇറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിബിൾ, എവറിത്തിങ് ഈസ് നെയിമബിൾ ബിക്കോസ് ഇറ്റ് ഈസ് നോവബിൾ. ഏതായിരിക്കും വരുന്നത്? ആൻസർ വരുന്ന ഓപ്ഷൻ 4 ആണ്. എവറിത്തിങ് ഈസ് നെയിമബിൾ ബിക്കോസ് ഇറ്റ് ഈസ് നോവബിൾ എന്നുള്ളതിൻ്റെ അകത്താണ് മേജർ ടൈം പെർവേഴ്സീവ് മിഡിൽ ടൈം ഇൻക്ലൂസീവ് ആകുന്നത്. ഇവിടെ അനുപസംഹാരി എന്ന് പറയുന്ന ആ ഒരു ഫാലസിയാണ് ഒക്രി ചെയ്യുന്നത്. ഇത് കോൺട്രഡിക്റ്റ് ചെയ്യുവാണ്. ഈ ഫാലസി സോക്രട്ടീസ് ഇമ്മോർട്ടൽ ബിക്കോസ് ഹീസ് ഡൈഡ് അലോങ് എങ്ങനെയുള്ള കോൺട്രഡിക്റ്റ് ചെയ്യുവാണ്. അതായത് കുറേ നാൾ മുമ്പ് മരിച്ചു എന്നുള്ളത് കാണിക്കുന്ന മോർട്ടാലിറ്റിയാണ്, അല്ലാണ്ട് ഇമ്മോർട്ടാലിറ്റി അല്ല. സൗണ്ട് ഈസ് ഇറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിബിൾ എന്നുള്ളതൊരു നാരോ മിഡിൽ ടൈം ഫാലസിയാണ്. അതായത് സവ്യഭിചാര ഫാലസിയാണ് ഇവിടെ ഒക്കുറി ചെയ്യുന്നത്. സ്കൈ ലോട്ടസ് ഈസ് ഫ്രാഗ്നന്റ് ബിക്കോസ് ഇറ്റ് ഈസ് ലോട്ടസ് എന്നുള്ള ആ ഒരു ഫാലസി ആശ്രയസിദ്ധ, അതായത് ബേസ്ലെസ് മിഡിലാണ്. ഇവിടെ മിഡിൽ ടൈം സ്കൈ ലോട്ടസ് എന്ന് പറയുന്നത് അൺറിയൽ ആണ്. അങ്ങനെയാണ് ഈ ഒരു ആർഗ്യുമെൻറ്റ് ഇൻവാലിഡ് ആകുന്നത്. സോ നമ്മൾ ലോജിക്കൽ റീസണിങ്ങിലെയും മാത്തമാറ്റിക്കൽ റീസണിങ്ങിലെയും കൂടി 10 ക്വസ്റ്റ്യൻസാണ് അനലൈസ് ചെയ്ത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്